ഹായ് ഓൾ, വെൽക്കം ടു CC Plus. എൻ്റെ പേര് അഞ്ജന. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ വരാൻ പോവാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഫ്രം ദ ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം. ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളും അതേപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷനുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാനായിട്ട് പോണത്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാനുണ്ട്, മോഡൽസ് ഓഫ് ആറ്റം പഠിക്കാനുണ്ട്, ആറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ പഠിക്കാനുണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ പഠിക്കാനുണ്ട്, ഐസോടോപ്സ്, ഐസോബാർസ്, ഐസോട്ടോൺസ് ഇവർ തമ്മിലുള്ള ഡിഫറൻസും എക്സാമ്പിൾസും പഠിക്കാനായിട്ടുണ്ട്. ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ഈ ഒരു ടേബിള് മാച്ച് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ കുറച്ച് സയൻറ്റിസ്റ്റ് പേര് തന്നിട്ടുണ്ട്: ചാഡ്വിക്ക്, റൂദർഫോർഡ്, ബോർ, തോമസൺ. ഇവിടെ ഇലക്ട്രോൺ, ഷെൽ, ന്യൂട്രോൺ, ന്യൂക്ലിയസ്, 2n², പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, ന്യൂട്രൽ. സോ നമുക്ക് ഫസ്റ്റത്തെ സയന്റിസ്റ്റ് നോക്കാം, ചാഡ്വിക്. ചാഡ്വിക് എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? ന്യൂട്രോൺ ആണല്ലേ കണ്ടുപിടിച്ചിരിക്കണേ. ചാഡ്വിക് ന്യൂട്രോൺ, ആൻഡ് ന്യൂട്രോണിന്റെ ചാർജ് എന്താ? ഇറ്റ് ഈസ് ന്യൂട്രൽ. സോ ആൻസർ ഈസ് ചാഡ്വിക്, ന്യൂട്രോൺ ആൻഡ് ന്യൂട്രൽ. നെക്സ്റ്റ് വൺ, റൂദർഫോർഡ്. അടുത്ത സയന്റിസ്റ്റ് റൂദർഫോർഡ് ആണ്. റൂദർഫോർഡിന്റെ കോൺട്രിബ്യൂഷന് അതിന് മാച്ചിങ് ആയിട്ട് സിയിൽ എന്താണ് പറഞ്ഞതെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. സോ റൂദർഫോർഡ് കണ്ടുപിടിച്ചത് എന്താ? ന്യൂക്ലിയസിനെ കുറിച്ചാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്. റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. സോ റൂദർഫോർഡ്, ന്യൂക്ലിയസ്, ആൻഡ് ആ ന്യൂക്ലിയസിന്റെ ചാർജ് എന്താ? പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ബോർ. ബോർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്താ കണ്ടുപിടിച്ചിരിക്കണേ എന്നുള്ളതാണ്. ബോർ കണ്ടുപിടിച്ചത് ഷെല്ലാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർബിറ്റ്സിനകത്താണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്, ആറ്റത്തിനകത്ത് നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ബോർ പറഞ്ഞത് ഈസ് അബൌട്ട് ദ ഷെൽ. ആൻഡ് നമുക്കറിയാം, ഒരു ആറ്റോമിക് മോഡലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബോർ മോഡൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഷെൽസ് അല്ലെങ്കിൽ ഓർബിറ്റ്സിനകത്താണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു ഷെല്ലിനകത്ത് മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഇലക്ട്രോൺസിന്റെ കൗണ്ട് പറയുന്ന ഇക്വേഷനാണ് 2n². അതായത് ഒരു ഓർബിറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു ഷെല്ലിനകത്ത് കൊള്ളാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഒരു ഷെല്ലിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ കൗണ്ട് തരുന്ന ഇക്വേഷനാണ് 2n² എന്ന് പറയുന്നത്. സോ ബോറിന്റെ കോൺട്രിബ്യൂഷൻ ഷെല്ലാണ്. ആൻഡ് ആ ഷെല്ലിനകത്ത്, ഓരോ ഷെല്ലിനകത്തും കൊള്ളാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ 2n². അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, കെ എന്ന് പറയുന്ന ഷെല്ലാണ് എടുക്കണമെന്ന് വിചാരിക്കുക. കെ എന്ന് പറയുന്ന ഷെല്ലില് എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ അതിനകത്ത് മാക്സിമം കൊള്ളിക്കാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ കൗണ്ട് എന്തായിരിക്കും? 2 × 1². 2n² ആണ് നമ്മുടെ ഇക്വേഷൻ. സോ ദ ആൻസർ ഈസ് 2. ഇതാണ് നമുക്ക് കെയിൽ കൊള്ളിക്കാൻ പറ്റുക. ഇനി എൽ എന്ന് പറയണോടത്ത്, എല്ലില് എന്നിന്റെ വാല്യൂ ഇസ് 2. സോ 2 × 2². 2² is 4. 4 × 2 is 8. മാക്സിമം 8 ഇലക്ട്രോൺസ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഏത് ഷെല്ലിൽ? എൽ എന്ന് പറയുന്ന ഷെല്ലിൽ. ഇനി എം എന്ന് പറയുന്ന ഷെല്ലിൽ, എം വേർ ദ വാല്യൂ ഓഫ് എൻ ഇസ് 3. 2 × 3². 3² is 9. 9 × 2 is 18. ഇങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. സോ ബോർ എന്ന് പറയുന്ന ആളുടെ കോൺട്രിബ്യൂഷൻ ഷെല്ലാണ്. ആൻഡ് ആ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ പറ്റും ആ കൗണ്ടാണ് 2n². സോ 3b1. 3b1 is the answer. നെക്സ്റ്റ് തോമസൺ ആണ്. തോമസന്റെ അറിയായിരിക്കും, പ്ലം പുഡിംഗ് മോഡലാണ് തോമസൺ. അതെന്താ, അതിലെന്താ പറയുന്നത്? ഇലക്ട്രോണിനെ കുറിച്ചാണ് പറയുന്നത്. സോ തോമസൺ ഇലക്ട്രോൺ, ആൻഡ് ആ ഇലക്ട്രോണിന്റെ ചാർജ് നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് നെഗറ്റീവ് ചാർജ്. സോ ചാഡ്വിക്, ന്യൂട്രോൺ, ന്യൂട്രൽ. റൂദർഫോർഡ്, ന്യൂക്ലിയസ്, പോസിറ്റീവ് ചാർജ്. ബോർ, ഷെൽ, 2n². തോംസൺ, ഇലക്ട്രോൺ, നെഗറ്റീവ് ചാർജ്. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബേസ്ഡ് ഓൺ ദ സിംബൽ ഓഫ് കാർബൺ. കാർബണിന്റെ സിംബൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. സിംബൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇവിടെ എലമെന്റിന്റെ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ സിംബൽ കൊടുക്കും. അതിന്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മൾ എഴുതുന്നതാണ് ആറ്റോമിക് നമ്പർ, താഴെയായിട്ട് എഴുതുന്നതാണ് ആറ്റോമിക് നമ്പർ.
മുകളിൽ എഴുതുന്നതാണ് എന്ത്? മാസ് നമ്പർ. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും ഇവിടെയാണ് നമ്മൾ ആറ്റോമിക് നമ്പർ എഴുതുക. ആൻഡ് ആറ്റോമിക് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സെഡ് ഉപയോഗിച്ചിട്ടാണ്. ആൻഡ് ഈ എക്സിന്റെ മുകളിൽ ഇവിടെ ആയിട്ടാണ് നമ്മൾ മാസ് നമ്പർ എഴുതുക. ആൻഡ് മാസ് നമ്പർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ വെച്ചിട്ടാണ്. സോ എക്സ് എന്ന് പറയുന്ന എലമെന്റിൽ ഇവിടെ നമ്മൾ ആറ്റോമിക് നമ്പർ എഴുതും. ആൻഡ് ഇതിന്റെ മുകളിൽ നമ്മൾ മാസ് നമ്പർ എഴുതും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ബേസ്ഡ് ഓൺ ദ സിംബൽ ഓഫ് കാർബൺ C612 ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ? ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാന്നുള്ളതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് മാസ് നമ്പർ. മാസ് നമ്പർ കണ്ടുപിടിക്കാനുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ ഈസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ആൻഡ് ഗീവ് അതർ 2 ഐസോടോപ്സ് ഓഫ് കാർബൺ. കാർബണിന്റെ വേറെ 2 ഐസോടോപ്സിന് എക്സാമ്പിൾ ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ആറ്റോമിക് നമ്പർ ഓഫ് കാർബൺ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ എലമെന്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആറ്റോമിക് നമ്പർ എഴുതും. ആൻഡ് ഹിയർ വി റെപ്രസെന്റ് ദ മാസ് നമ്പർ അല്ലേ. ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കാർബൺ ആണ്. ഈ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു എലമെന്റിന്റെ ഇവിടെ ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. സോ ഫോർ കാർബൺ 612 ഇതിന്റെ ആറ്റോമിക് നമ്പർ അപ്പം എന്താണ്? 6 ആണ്. കാരണം എന്താ? ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, മാസ് നമ്പർ. മാസ് നമ്പർ നമ്മൾ എവിടെയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു? ഒരു എലമെന്റിന്റെ മാസ് നമ്പർ നമ്മൾ ഇവിടെയാണല്ലേ റെപ്രസെന്റ് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ മാസ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുക. സോ ദ മാസ് നമ്പർ ഓഫ് കാർബൺ ഈസ് ഇവിടെ എന്താ മാസ് നമ്പർ? കാർബണിന്റെ 12 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് പ്രോട്ടോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും കണ്ടുപിടിക്കാൻ എന്ത് നോക്കിയാൽ മതി? അവരുടെ ആറ്റോമിക് നമ്പർ നോക്കിയാൽ മതി. നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും നോക്കാനായിട്ട് എന്ത് നോക്കിയാൽ മതി? അവരുടെ ആറ്റോമിക് നമ്പർ നോക്കിയാൽ മതി. ഹിയർ ആറ്റോമിക് നമ്പർ ഓഫ് കാർബൺ ഈസ് 6. സോ ദ നമ്പർ ഓഫ് ആറ്റോമിക് നമ്പർ തന്നെയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും രണ്ടും ഇക്വലന്റ് ആണ്. ഓക്കെ, സോ ഹിയർ ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് 6. അത് തന്നെയാണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. എങ്ങനെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാനായിട്ട് മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. ഇവിടെ മാസ് നമ്പർ നമുക്കറിയാം 12 ആണ്. നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 12 ആണെന്നുള്ളത്. ആൻഡ് ആറ്റോമിക് നമ്പർ 6 ആണെന്നറിയാം. അപ്പോൾ 12 - 6 is 6. അതാണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് അതർ 2 ഐസോടോപ്സ് ഓഫ് കാർബൺ. കാർബണിന്റെ വേറെ 2 ഐസോടോപ്സ് എഴുതുക. അതാണ് ക്വസ്റ്റ്യൻ. സോ കാർബണിന്റെ വേറെ 2 ഐസോടോപ്സ് ആണ് C613 ആൻഡ് C614. എന്താ ഐസോടോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സെയിം എലമെന്റിന്റെ തന്നെ മാസ് നമ്പർ ഡിഫറെന്റ് ആയിട്ട് വരുന്ന കേസസ്. സെയിം എലമെന്റ് ആണ് 2 സ്ഥലത്ത് അല്ലെങ്കിൽ 3 സ്ഥലത്തും. ഇപ്പോൾ ഇവിടെ നമുക്ക് C612 കൂടെ കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കുക. ഇവിടെ എല്ലാത്തിലും എലമെന്റ് ആര് തന്നെയാ? കാർബൺ തന്നെയാ. എല്ലാവരുടെയും ആറ്റോമിക് നമ്പർ എന്ത് തന്നെയാ? 6 തന്നെയാ. മാസ് നമ്പർ മാത്രമാണ് മാറിയിരിക്കണേ അല്ലേ. അപ്പോൾ സെയിം എലമെന്റിന്റെ തന്നെ ആറ്റോമിക് നമ്പർ എല്ലാവർക്കും സെയിമും മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന കേസിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഐസോടോപ്സ്. സോ C612ന്റെ മറ്റ് 2 ഐസോടോപ്സ് ആണ് C613 ആൻഡ് C614. ഇതിൽ C614 എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആണ്. ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ആറ്റോമിക് നമ്പർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ആറ്റോമിക് നമ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എന്ത് വെച്ചിട്ടാ? സെഡ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക എന്ന് പറഞ്ഞു. സോ ആറ്റോമിക് നമ്പർ സെഡ് ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നേരത്തെ പറഞ്ഞ കാര്യമായിരുന്നു. ഇനി മാസ് നമ്പർ ആണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ ദ മാസ് നമ്പർ ഈസ് ഗിവൺ ആസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതല്ലാന്നുണ്ടെങ്കിൽ മാസ് നമ്പർ ഈസ് ഗിവൺ ആസ് ആറ്റോമിക് നമ്പർ പ്ലസ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മാസ് നമ്പർ മൈനസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. മാസ് നമ്പർ മൈനസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഈ നമ്പർ ഓഫ് പ്രോട്ടോൺസ് തന്നെയാണ് എന്തെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് തന്നെയാണ് ആറ്റോമിക് നമ്പർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഈ മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് തന്നെയാണ് എന്ത്? ആറ്റോമിക് നമ്പർ. സോ മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ ദാറ്റ് ഇസ് ഈക്വൽ ടു എ മൈനസ് സെഡ് എന്ന് നമുക്ക് എഴുതാം. ഇനി എന്താണ് ഐസോടോപ്പ്, എന്താണ് ഐസോടോപ്പ്, എന്താണ് ഐസോബാർസ്, എന്താണ് ഐസോട്ടോൺസ്? ഡിഫറൻസ് ആണ് പറയാൻ പോണേ. ഐസോടോപ്സ് എന്താണെന്നുണ്ടെങ്കിൽ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ്. കണ്ടോ? ഓഫ് ദ സെയിം എലമെന്റ് ഹാവിങ് സെയിം ആറ്റോമിക് നമ്പർ. അവരുടെ ആറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. ഇനി ഡിഫറൻസ് ഇൻ മാസ് നമ്പർ, അവരുടെ മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം എലമെന്റ് തന്നെ, ആറ്റോമിക് നമ്പർ സെയിം ആണ്. അവരിൽ ഡിഫറൻസ് ഉണ്ടാവുന്നത് എവിടെയാണ്? അവരുടെ മാസ് നമ്പറിലാണ്. ഇത് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രീഷ്യം. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇതിൽ സെയിം എലമെന്റ് ആണ്. എല്ലായിടത്തും ഹൈഡ്രജൻ തന്നെയാണുള്ളത്. ആൻഡ് ഇവരുടെ ആറ്റോമിക് നമ്പർ നോക്കിയാൽ മനസ്സിലാവും എല്ലായിടത്തും 1 ആണ് ആറ്റോമിക് നമ്പർ. ആകെ ഡിഫറൻസ് ഉള്ളത് എവിടെയാണ്? അവരുടെ മാസ് നമ്പറിലാണ്. ഒരു സ്ഥലത്ത് അത് 1 ആണ്, ഒരു സ്ഥലത്ത് 2 ആണ്, ഒരു സ്ഥലത്ത് 3 ആണ്. ഇനി അടുത്തത് ഈസ് ഐസോബാർസ്. ഐസോബാർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദേ ആർ ദി ആറ്റംസ് ഹാവിങ് സെയിം മാസ് നമ്പർ. അവരുടെ മാസ് നമ്പർ സെയിം ആണ് ആൻഡ് ആറ്റോമിക് നമ്പർ ഈസ് ഡിഫറെൻറ്റ്. അതായത് ആറ്റോമിക് നമ്പർ ഡിഫറെൻറ്റും മാസ് നമ്പർ സെയിമും ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഐസോബാർസ്. അപ്പോൾ ഐസോബാർസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവരുടെ മാസ് നമ്പർ സെയിം ആയിരിക്കും, ആറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം. ആർഗൺ, പൊട്ടാസ്യം, കാൽഷ്യം, ഇവരുടെയൊക്കെ പ്രത്യേകത എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. എല്ലാവരുടെയും മാസ് നമ്പർ ഈസ് 40. അതായത് മാസ് നമ്പർ സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. ആറ്റോമിക് നമ്പറിന്റെ കേസ് എങ്ങനെയാ? ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 3 സ്ഥലത്തും എന്താ? ഡിഫറെൻ്റാ. ഒരു സ്ഥലത്ത് 18, ഒരു സ്ഥലത്ത് 19, ഒരു സ്ഥലത്ത് 20. ഇത്തരത്തിൽ മാസ് നമ്പർ സെയിമും ആറ്റോമിക് നമ്പർ ഡിഫറെൻറ്റും ആയിട്ട് വരുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോബാർസ്. നെക്സ്റ്റ് വൺ ഈസ് ഐസോട്ടോൺസ്. ഐസോട്ടോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റംസ് ഇൻ വിച്ച് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ആറ്റംസ് ഇൻ വിച്ച് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ. അതായത് നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആയിട്ട് വരുന്നുണ്ട്, ആറ്റത്തിനകത്തെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഐസോട്ടോൺസ്. എക്സാമ്പിൾ നോക്കാം. നൈട്രജൻ 715. ഇവിടെ ഇവരിലെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമ്മൾ പഠിച്ചു. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാനായിട്ട് മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ ചെയ്താൽ മതി. ഇവരുടെ മാസ് നമ്പർ നൈട്രജൻ 15ന്റെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാ? 15 ആണ്. നൈട്രജൻ 15 മൈനസ് നൈട്രജന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 7 ആണ്. 15 മൈനസ് 7 is 8. 15 minus 7 is 8. Next one, carbon. കാർബൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കാർബണിൻ്റെ മാസ് നമ്പർ എത്രയാണ്? ഇവിടെ 14 ആണ് വരുന്നത് മാസ് നമ്പർ. ആൻഡ് ഇവിടുത്തെ ആറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ ആണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോ 14 മൈനസ് കാർബൺ 6 ആണ് അല്ലേ? C614 ആണ്. അതിൽ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. സോ ഇറ്റ് ഈസ് 8. ഹിയർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ട് സ്ഥലത്തും നമ്പർ ഓഫ് ന്യൂട്രോൺസിന്റെ എണ്ണം ഈസ് എത്രയാ? 8 ആണ്. രണ്ട് സ്ഥലത്തും ന്യൂട്രോൺസിന്റെ കൗണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ 8 ആണ് വരുന്നത്. സോ ഇതെന്താണ്? ഒരു ഐസോട്ടോൺ ആണ്. സോ ഐസോട്ടോൺ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമ്പർ ഓഫ് ന്യൂട്രോൺസിന്റെ കൗണ്ട് ഈക്വൽ ആയിട്ട് വരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ആറ്റത്തിനെയാണ് നമ്മൾ ഐസോട്ടോൺസ് എന്ന് വിളിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഐസോബാർസും ഐസോടോപ്സും ഐസോട്ടോൺസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ആൻ അലൂമിനിയം ആറ്റം ദർ ആർ 13 പ്രോട്ടോൺസ്. റൈറ്റ് ഡൗൺ ദ ആറ്റോമിക് നമ്പർ ഓഫ് അലൂമിനിയം ആറ്റം. ഒരു അലൂമിനിയം ആറ്റത്തിനകത്ത് 13 പ്രോട്ടോൺസ് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആറ്റോമിക് നമ്പർ എഴുതാനായിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ ഇൻ ആൻ അലൂമിനിയം ആറ്റം? എത്ര ഇലക്ട്രോൺസ് അലൂമിനിയം ആറ്റത്തിൽ ഉണ്ടെന്നുള്ളത് എഴുതണം. ഹൗ മെനി ഷെൽസ് ആർ ദർ ഇൻ ദിസ് ആറ്റം? എത്ര ഷെൽസ് അലൂമിനിയം ആറ്റത്തിൽ ഉണ്ടെന്ന് എഴുതണം. ആൻഡ് ഡ്രോ ദി ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് അലൂമിനിയം ആറ്റം. അലൂമിനിയം ആറ്റത്തിന്റെ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കണം. ഇത്രയും കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്.
എഗെയിൻ ആറ്റോമിക് നമ്പറിന്റെ കോൺസെപ്റ്റ് വരുന്നുണ്ട്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, ഇലക്ട്രോൺസ് എത്ര ഉണ്ടെന്നുള്ളത് എഴുതണം, പിന്നെ ഷെൽസ് എത്ര എണ്ണാന്നും ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനായിട്ടുണ്ട്. നോക്കാം. റൈറ്റ് ഡൗൺ ദ ആറ്റോമിക് നമ്പർ ഓഫ് അലുമിനിയം ആറ്റം. അവർ പറഞ്ഞിട്ടുണ്ട് 13 പ്രോട്ടോൺസ് ആണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 13 പ്രോട്ടോൺസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല അതിന്റെ ആറ്റോമിക് നമ്പർ. ഇവിടെ നോക്കിയേ, 13 പ്രോട്ടോൺസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദി ആറ്റോമിക് നമ്പർ ഈസ് 13. ഇനി ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ ഇൻ ആൻ അലുമിനിയം ആറ്റം? അലുമിനിയം ആറ്റത്തിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. എത്ര തന്നെ ഉണ്ടാവും? 13 തന്നെ ഉണ്ടാവും. കാരണം എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ ആണ് എന്തിനോട്? ആറ്റോമിക് നമ്പറിനോട്. ഇവിടെ 13 പ്രോട്ടോൺസ് ഉണ്ടെന്നും പറഞ്ഞു. നമ്മൾ ആറ്റോമിക് നമ്പർ 13 കണ്ടുപിടിച്ചു. സോ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസും എത്ര തന്നെയായിരിക്കും? 13 ആയിരിക്കും. സോ ദ ആൻസർ ഈസ് 13. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഷെൽസ് ആർ ദർ ഇൻ ദിസ് ആറ്റം? ഈ ആറ്റത്തിനകത്ത് എത്ര ഷെല്ല് ഉണ്ടെന്ന് നമുക്ക് എഴുതണം. സോ നമുക്ക് എഴുതാം, 3 ഷെല്ലാണ് വരുന്നത്. എങ്ങനെയാ 3 ഷെല്ല് വരുന്നത്? നിങ്ങൾക്കറിയായിരിക്കും. നമുക്ക് കെ എന്ന് പറയുന്ന ഷെല്ലുണ്ട്, എൽ ഉണ്ട്, എം ഉണ്ട്, എൻ ഉണ്ട്, ഒ ഉണ്ട്, അങ്ങനെ കുറേ ഷെല്ലുകളുണ്ട്. ഇതിൽ നമുക്ക് ഇവരെ ഫില്ല് ചെയ്യാം. മൊത്തം എത്ര ഇലക്ട്രോൺസ് നമ്മുടെ കയ്യിലുള്ളത്? 13 ഇലക്ട്രോൺസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. 13 ഇലക്ട്രോൺസ് ആണ് നമ്മുടെ കയ്യിൽ മൊത്തം ഉള്ളത്. നിങ്ങൾക്കറിയാം 2n² എന്ന് പറയുന്ന ഇക്വേഷൻ. 2n². ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഷെല്ലിനകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺസിന് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അതാണ് ഈ 2n² എന്ന് പറയുന്ന ഇക്വേഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രം ദിസ് ഇക്വേഷൻ കെ എന്ന് പറയുന്ന ഷെല്ലിൽ നമ്മൾ നേരത്തെ പറഞ്ഞു മാക്സിമം 2 ഇലക്ട്രോൺസ് കൊള്ളും, എൽ എന്ന് പറയുന്നിടത്ത് 8 കൊള്ളും, എം എന്ന് പറയുന്നിടത്ത് 18 കൊള്ളും, ആൻഡ് അങ്ങനെ പോകും. ഇനി നമുക്ക് മൊത്തം എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നമ്മുടെ കയ്യിൽ? നമ്മുടെ കയ്യിൽ മൊത്തം 13 ഇലക്ട്രോൺസ് ഉണ്ട്. കാരണം അത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്, 13 പ്രോട്ടോൺസ് എന്നുള്ളത് തന്നിട്ടുണ്ട്. സോ നമ്മുടെ കയ്യിൽ 13 ഇലക്ട്രോൺസും ഉണ്ട്. ഇതിനെങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് നോക്കാം. 2 എണ്ണം എൻ്റെ കെ ഷെല്ലിൽ കൊള്ളും, ഇനി 8 എണ്ണം എൻ്റെ എൽ ഷെല്ലിൽ കൊള്ളും, എം 3 അല്ലേ? മൊത്തം 13 ഉണ്ട്. 2 + 8 10, 10 + 3 13, മൊത്തം 13 ഇലക്ട്രോൺസ് ആയി. സോ നമുക്കിവിടെ എത്ര ഷെല്ല് യൂസ് ചെയ്യേണ്ടി വന്നു? കെ എന്ന് പറയുന്ന ഷെല്ല് യൂസ് ചെയ്യേണ്ടി വന്നു, എൽ യൂസ് ചെയ്തു, എം യൂസ് ചെയ്തു. മൊത്തം എത്ര ഷെല്ല് യൂസ് ചെയ്തു? 3 ഷെല്ല് യൂസ് ചെയ്തു. സോ ദ ആൻസർ ഈസ് 3. കെ എന്ന് പറയുന്ന ഷെല്ല് യൂസ് ചെയ്തു, എൽ യൂസ് ചെയ്തു, എം യൂസ് ചെയ്തു. കോൺഫിഗറേഷൻ 2 8 3. ഡ്രോ ദ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് അലുമിനിയം ആറ്റം. അലുമിനിയം ആറ്റത്തിന്റെ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ഈസ് 283 ആണ് ഇവരുടെ കോൺഫിഗറേഷൻ എന്നുള്ളത് നമ്മൾ നേരത്തെ എഴുതി. ഇതാണ് അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ഇവിടെ കണ്ട നമ്മുടെ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ആദ്യത്തെ ഷെല്ല്, അതായത് നമ്മുടെ കെ എന്ന് പറയുന്ന ഷെല്ലിൽ നമുക്ക് എത്ര ഇലക്ട്രോൺസ് കൊള്ളും? 2 ഇലക്ട്രോൺസ് കൊള്ളും. ഇതൊരു ഇലക്ട്രോൺ, ഇതൊരു ഇലക്ട്രോൺ. കെ കഴിഞ്ഞു. ഇനി അടുത്ത ഷെല്ല് ഏതാ? എൽ എന്ന് പറയുന്ന ഷെല്ലാണ്. അടുത്ത ഷെല്ലെന്ന് പറയുന്നത് എൽ എന്ന് പറയുന്ന ഷെല്ലാണ്. എൽ എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 4 5 6 7 8. So there are 8 electrons in the shell L. അടുത്തത് ബാക്കി 3 ഇലക്ട്രോൺസ് ഏത് ഷെല്ലിലാ? എം ഷെല്ലിലാണ്. നോക്കാം. ഇതാണ് നമ്മുടെ എം ഷെല്ല്. ദിസ് ഇസ് 1, ദിസ് ഇസ് 2, ദിസ് ഇസ് 3. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. ബേസിക്കലി നമുക്ക് ഈ ഒരു കോൺഫിഗറേഷൻ എഴുതാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റും. അത് ഓരോ ഷെല്ലിലും മാക്സിമം എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൊള്ളും എന്നുള്ളത് 2n² എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. ഇവിടെ പഠിക്കേണ്ടത് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എനി ഓർബിറ്റ് ഓർ ഷെൽ ഈസ് 2n². ഏതൊരു ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലിനകത്തും കൊള്ളിക്കാൻ പറ്റാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ കൗണ്ട് നമുക്ക് തരുന്ന ഇക്വേഷൻ ആണ് 2n². n എന്ന് പറയുന്നത് ഓർബിറ്റിന്റെ നമ്പറാണ്. 1 2 3 അങ്ങനെ പോകും. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്ലാസ് 9-ലത്തെ ഫസ്റ്റത്തെ ചാപ്റ്ററും അതിനോട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്.
സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇനിയും നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CC+ ട്യൂഷൻ ക്ലാസ്സസ് ആയിട്ട് നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ 1-to-1 ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിക്കുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മൊമെന്റിൽ തന്നെ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും ആൻഡ് കൂടുതൽ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ടും പറ്റും. പിന്നെ ക്ലാസ്സസ് ഫ്രം LKG തൊട്ട് +2 വരെയുള്ള കേരള സ്റ്റേറ്റ് മോഡലും അതേപോലെ തന്നെ CBSE സിലബസും നമ്മൾ അങ്ങനത്തെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ക്വയറീസ് ഉണ്ടെങ്കിൽ അറിയിക്കുക, ക്ലാസ്സസിന് ജോയിൻ ചെയ്യുക. സോ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.